Hi everyone, welcome back to my video. My name is Serafina. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ജൂണിലാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഏപ്രിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാനത് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്കത് പോസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ ഒരു സീസണൽ വലിയൊരു ഷിഫ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. അന്നെന്ന് പറഞ്ഞാൽ കൊടും ചൂടായിരുന്നു, സമ്മറിൻ്റെ ഒരു പീക്ക് ടൈമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളൊരു മൺസൂണിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ഒരു ക്ലൈമറ്റിലുണ്ടായ വലിയൊരു ചേഞ്ച് നമ്മൾ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു സംഭവം, എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവം. അപ്പോൾ ആ സംഭവം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്നത് സമ്മറിൽ സംസാരിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അത് കാണുമ്പം ആരും തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. പോസ്റ്റ് ചെയ്യാൻ വൈകിയത് കൊണ്ട് ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ വീഡിയോ കാണാം. ഹായ് എവ്രി വൺ, ഇന്ന് ഞാനിവിടെ പുറത്താണ് നിൽക്കുന്നത്. ടെറസിൻ്റെ ഏറ്റവും മണ്ടയ്ക്ക് വന്ന് നിൽക്കുവാണ്. എല്ലാവർക്കും സുഖമാണോ? ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും നല്ല ചൂടാണെന്ന് അറിയാം. അപ്പോൾ അവിടെയൊക്കെ ചൂടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും നല്ല ചൂടെടുത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവിടെയും നല്ല ചൂടാണ്. ഇപ്പം വൈകുന്നേരമായി, ഒരു 4 o'clock ആയി. പക്ഷേ ഇന്ന് ചെറിയൊരു മഴക്കോൾ പോലെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ടെറസിൻ്റെ മണ്ടയ്ക്ക് തുണി എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുവാണ്. ഇവിടെ ഇങ്ങനെ കുറേ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ആയതേ ഉള്ളൂ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴത്തേക്കിനും ഞാൻ നല്ലപോലെ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കഥയൊന്നും അല്ല പറയാൻ പോകുന്നത്. കഥ വേണമെങ്കിൽ ഒരു കഥ പറയാം. എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു സംഭവം പറയാം. അതായത് ചൂടല്ലേ, ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നമുക്ക് ചൂടുമായിട്ട് റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ, ഒരു മിനിറ്റ്, അവിടെ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മാറിയുന്നത്. ഇവിടെയും ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം എൻ്റെ വീടിനടുത്തുള്ളൊരു വീട്ടിൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്, അവർ ഈ തെങ്ങിൻ്റെ ഓല വെട്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ കൊണ്ട് വിരിക്കും. എന്നിട്ട് ഹോസ് വെച്ച് അത് നനച്ച് രാത്രിയിൽ അങ്ങനെ കിടന്നുറങ്ങും. അപ്പം അത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു സമ്മർ ടൈമിൽ ഒരുപാട് ടെക്നിക്സ് കാണാനും അറിയാനും പറ്റി. ഓക്കെ, അപ്പോൾ ചൂടിനെ പറ്റി പറഞ്ഞു വന്നപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു സംഭവം. പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മരം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്ക് അറിയത്തില്ല എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടെന്ന്. എൻ്റെ മരം എന്ന് പറഞ്ഞാൽ ശരിക്കും കേരള വനം വകുപ്പും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും കൂടി ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് എൻ്റെ മരം. അപ്പോൾ ഈ ഒരു പരിപാടിയിലൂടെ ഇവർ ചെയ്യുന്നത് എന്താ പറയുന്നത്, സ്കൂൾ കുട്ടികൾക്ക് അവർക്ക് ചെറിയ മരത്തിൻ്റെ തൈകളൊക്കെ കൊടുത്തു വിടുവാണ്. അങ്ങനെ അതുവഴി ഒരു വനവൽക്കരണം, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്കൂളിൽ നിന്ന് ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കുറേ മരങ്ങളൊക്കെ തന്നു വിടത്തില്ലേ. അപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിച്ച സമയത്താണെന്ന് തോന്നുന്നു എനിക്കൊരു മരത്തിൻ്റെ തൈ കിട്ടി. അപ്പോൾ ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 6ാം ക്ലാസ്സിൽ വന്നപ്പം പിന്നെയും കിട്ടി. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിക്കാരി വേറൊരു നാട്ടിലാണ്, ഇവിടെ അടുത്ത് തന്നെ, ചെങ്ങന്നൂരിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം അവരുടെ വീട്ടിൽ ഞാനൊരു പ്രാവശ്യം പോയി, ഇങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം അവിടെ കുട്ടിയുടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം ഇവരുടെ വീട്ടിലൊരു പ്രത്യേകതയുണ്ട്. ഇവരുടെ വീട്ടിൽ ഒറ്റ ചെടിയില്ല, ഒറ്റ മരമില്ല, ചെറിയ വീടാണ്. പിന്നെ ഒറ്റ ചെടിയൊന്നുമില്ല. അവരാരും ചെടികളെ ഒന്നും ചെടികളൊക്കെ നട്ട് വളർത്താൻ ഇഷ്ടമുള്ള ആൾക്കാരല്ല. പക്ഷെ ഞാനെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് ചെടിയോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെടിയൊക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഭയങ്കര ചൂടാണ്. അവരുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലോട്ട് ഡയറക്റ്റ് വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ഉച്ച വരെ നല്ല വെയിലാണ് അവിടെ. അങ്ങനെ ഞാനിങ്ങനെ അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ചെടിയൊക്കെ വെച്ചൂടെ എന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു ചെടി വെക്കാം എന്നിങ്ങനെ പറഞ്ഞു. അതിനർത്ഥം ചുമ്മാ നമ്മൾ ചോദിച്ചതിനൊരു റിപ്ലൈ, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പിന്നെ ഇതുപോലെ സ്കൂളിൽ നിന്ന് ഈ മരത്തിൻ്റെ തൈ കിട്ടി. അതെനിക്ക് ഓർമ്മയുണ്ട്, ഒരു നെല്ലിമരത്തിൻ്റെ തൈയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ ഈ തൈ കൊണ്ടുവന്നിട്ട് എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാൻ നേരം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. പക്ഷേ അത് വേറെ ആരോ എടുത്തുകൊണ്ട് പോയി കേട്ടോ. അപ്പം എൻ്റെ വീട്ടിൽ വന്ന ആരോ അത് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് അവർക്കത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഭയങ്കര ഒരു വിഷമമുണ്ടായിരുന്നു.
അപ്പോൾ എൻ്റെ വീട്ടിൽ ആ സമയത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഈ രാജമല്ലി അറിയത്തില്ല, രാജമല്ലി ഒരു ചെടിയാണ്, പക്ഷെ അത് വലിയ മരം പോലെ വളരും. അപ്പോൾ രാജമല്ലിയുടെ വലിയൊരു മരം എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അത് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും. ഒരു റെഡും പിന്നെ യെല്ലോയും, അങ്ങനെ രണ്ടെണ്ണം രണ്ട് സൈഡിൽ ഓപ്പോസിറ്റ് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. അതിലെ രണ്ടും വലിയ മരമായിട്ട് ഇങ്ങനെ ഭയങ്കര ഹൈറ്റിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ല തണലാണ്. അപ്പം ഇതിൻ്റെ മുകളിൽ എപ്പോഴും തത്തകളുടെ ഭയങ്കര ബഹളമാണ്. പച്ചത്തത്തയില്ലേ, നാടൻ തത്ത. അപ്പം തത്തകൾ വന്നിട്ട് ഇതിൻ്റെ കായ തുറന്നിട്ട് അതിൻ്റെ അകത്ത് സീഡ് കഴിച്ചിട്ട് ആ തോട് താഴോട്ട് പൊട്ടിച്ചിടുമായിരുന്നു. അങ്ങനെ അവിടെ ഫുൾ ഇതായിരുന്നു. പക്ഷെ നല്ല രസമാണ്, നമുക്ക് എപ്പോഴും തത്തകളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെ നല്ല രസമായിരുന്നു. അപ്പം അതിൻ്റെ തൈ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവുകയും അതിൻ്റെ കായ കൊണ്ടുപോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ രാജമല്ലി കൊണ്ട് കൊടുക്കാം എന്ന് വിചാരിച്ച് ഇവരെ വീട്ടിൽ ഞാൻ ഈ രാജമല്ലിയുമായിട്ട് പോയി. അപ്പം ഇവരത് അവിടെ വാങ്ങിച്ച് വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലെ ഈ കുട്ടിയുടെ ബർത്ത്ഡേ വന്നപ്പം ഞങ്ങളെ കുറച്ച് പേരെ ഫ്രണ്ട്സിനെ വീട്ടിലോട്ട് ക്ഷണിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പം ഈ ചെടി അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഞാൻ കൊണ്ടുവന്ന് വെച്ച് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഈ കുട്ടിയുടെ ഫാദറിനോട് പറഞ്ഞു, അങ്കിൾ എന്താ ഇത് നടാഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇന്ന് നടാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ചുമ്മാ ഒരു രസത്തിന് അവിടെ അത് കൊണ്ടുവന്ന് നട്ട് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല, കുറേ വർഷങ്ങളോളം കണ്ടിട്ടൊന്നുമില്ല. എന്നിട്ട് ഒരു 2018 ഫ്ലഡ് കഴിഞ്ഞ് 2019 ഈ കുട്ടിയെ എന്നെ അവരുടെ വീട്ടിലോട്ട് വീണ്ടും എന്നെയും ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് പേര് അവരുടെ വീട്ടിലോട്ട് ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ ഇവരുടെ വീടിൻ്റെ ഫ്രണ്ട്, ആ പഴയ വീട് തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ആ വീട്ടിൽ പക്ഷെ ഒരു മാറ്റമുണ്ട്, ഒരു വലിയ മാറ്റമുണ്ട്. ആ വീടിൻ്റെ ഫ്രണ്ടിൽ അന്ന് ഞാൻ കൊടുത്ത ആ രാജമല്ലി അത് വലിയൊരു മരമായിട്ട് നിൽപ്പുണ്ട്. എൻ്റെ വീട്ടിൽ അതെങ്ങനെയാണോ നിന്നാൽ അതുപോലെ തന്നെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലും അതിങ്ങനെ വലിയൊരു മരമായിട്ട് നിൽപ്പുണ്ട്. അവിടുത്തെ പോലെ എൻ്റെ വീട്ടിലെ പോലെ തന്നെ അതിൽ നിറച്ച് ഈ എന്താ പറയുന്നത്, ഈ പൂവും കായും എല്ലാം ഉണ്ട്. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു, കുറേ ബേഡ്സ് വരും, ഇതെല്ലാം കായ പൊട്ടിച്ചിട്ട് അതിനകത്തെല്ലാം സീഡ്സ് കഴിച്ചിട്ട് തോടെല്ലാം പറിച്ച് താഴെ ഇടും. പക്ഷെ നല്ല തണലാണ്, പണ്ടത്തെ പോലെ വീട്ടിലോട്ട് ഡയറക്റ്റ് വീടിൻ്റെ ഫ്രണ്ടിലോട്ട് സൺലൈറ്റ് അടിച്ച് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് നല്ല തണലുണ്ട്. നേരത്തെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല, അത് ഭയങ്കര വെയിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും, ഞാൻ കൊടുത്ത ഒരു ചെടി കൊണ്ട് അവർക്ക് തണൽ കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം, ഒരു ആത്മസംതൃപ്തി ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. സോ ഇപ്പം ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ചൂടിനെ പറ്റി ഇങ്ങനെ ഓർത്തപ്പം പ്രത്യേകിച്ച് പറയാൻ ചൂടിനെ പറ്റി പറയാൻ ഒരു കഥ ആലോചിച്ചിട്ട് കിട്ടിയില്ല. അല്ലെങ്കിൽ കുറേ നോക്കിയിട്ട് ചൂടിനെ പറ്റി അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി സംസാരിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെയും വേണ്ട, ഈ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു വലിയ സംഭവമൊന്നുമല്ല, എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി വലിയ കാര്യമല്ലേ. ഞാൻ കൊടുത്ത ഒരു മരം, ഒരു തണൽ, ഒരു പച്ചപ്പ്. എനിക്ക് പൊതുവെ ഈ പച്ചപ്പ്, ഹരിതാപം അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ താമസിക്കുന്നിടത്ത് കുറച്ച് പച്ച ഇലകളും മരങ്ങളും പൂക്കളും കൊച്ചു ചെടികളും ഒക്കെ വേണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ എൻ്റെ റൂമിലാണേലും വീടിൻ്റെ പല എടുത്തും ഇതുപോലെ മണി പ്ലാന്റ് അങ്ങനെയുള്ള കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കൊരു പച്ചപ്പ്, നമുക്കറിയത്തില്ല, നമ്മുടെ കണ്ണിന് ഏറ്റവും സുഖകരമായിട്ടുള്ള കളറെന്ന് പറയുന്നത് ഗ്രീനാണ്. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്, നമ്മളിതുപോലെ ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കുറേ നേരം ഒരു ഗ്രീനറിയിലോട്ട് നോക്കിയിരുന്നാൽ നമ്മുടെ ടെൻഷൻ കുറച്ചൊക്കെ മാറിക്കിട്ടുമെന്ന് ഞാൻ പണ്ടൊരു ബുക്കിൽ വായിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. അപ്പം ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന വീട്, അതിനോട് ചേർന്നിട്ട് കുറച്ച് പാടം, വയൽ, അങ്ങനത്തെ കുറേ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറേ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം അവിടെ പോയിരുന്ന ആ ഒരു ഗ്രീനറി ഒന്ന് ആസ്വദിക്കുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആവും. സോ ഇപ്പോൾ ചൂടത്ത് ഇത്രയും നേരം ഞാൻ നിന്നിട്ട് തന്നെ എനിക്ക് നല്ലപോലെ ചൂടെടുക്കുന്ന വിയർക്കുന്നു. ഇവിടെ അത്യാവശ്യം മരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നേരത്തെ താമസിച്ച വീട്ടിലെ പോലെ അത്ര മരങ്ങളില്ല, കുറച്ച് ചൂട് കൂടുതലാണ് ഇവിടെ. പക്ഷെ കുഴപ്പമില്ല, ഇനി കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം, കുറച്ച് ചെടികളൊക്കെ വളർത്തണം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു, ബൈ. ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. പുറത്തോട്ട് പോകണം, പിന്നെ കുറച്ച് തുണി എടുക്കാനുണ്ട്, അപ്പോൾ തുണിയൊക്കെ എടുക്കണം, പുറത്തോട്ട് പോകണം. പിന്നെ നല്ല ചൂടുണ്ട്. ഇവിടെ മരങ്ങളൊക്കെ കുറച്ച് കുറവ്, പിന്നെ അവിടെ ഇവിടെ കുറച്ച് പച്ചപ്പും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് പോരാ, കുറച്ചുകൂടെ നല്ല മരങ്ങളൊക്കെ കുറച്ചുകൂടെ ഏറെ വെക്കണം, ചെടികൾ വെക്കണം.